പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. പ്രിയരെ, നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ പഠന പരമ്പരയിലാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ദൈവം ഉണ്ടോ എന്നുള്ള താർക്കികന്മാർക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചിന്തകൾ, ചില ഉത്തരങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടികൾ ഉണ്ട് എന്നുള്ളതുമുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, അതായത് നമ്മുടെ ചിന്ത ഭൂമിശാസ്ത്രവാദമാണ്, അതായത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ കോസ്മോളജിക്കൽ ആർഗ്യുമെൻസിൽ എന്താണ് നാം പഠിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ഭൂമിയുടെ, അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പം ആ ഭാഗത്തേക്ക് നാം വരുന്നതിന് മുൻപ് ഞാൻ ഒരു കഥയല്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് കേട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. 4 അന്ധന്മാർ അവർക്കൊരാഗ്രഹം. അവരാനയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കാണാൻ കഴിയുന്നില്ല എങ്കിലും ആനയുടെ അടുക്കൽ ഒന്ന് പോകണം, അതിനെ ഒന്ന് തപ്പി നോക്കണം, എങ്ങനെയാണ് ആന ഇരിക്കുന്നത് എന്നവർക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ അന്ധന്മാരായ 4 വ്യക്തികൾ അവർ എങ്ങനെയോ ആനയുടെ അടുക്കൽ എത്തി. അപ്പോൾ ആനയുടെ അടുക്കൽ എത്തിയ അന്ധന്മാരിൽ ഒരാൾ ആദ്യം കയറി പിടിച്ചത് ആനയുടെ വാലാണ്. അപ്പം പറഞ്ഞുകൂടാ, ഞാൻ ആനയെ തപ്പി, എനിക്ക് ആനയെ മനസ്സിലായി, ആന ഒരു ചൂല് പോലെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. രണ്ടാമത്തവൻ തപ്പി നോക്കിയപ്പോൾ അവന് ആനയുടെ കാലാണ് കിട്ടിയത്. അപ്പോൾ അവൻ പറഞ്ഞു, ആന ഒരു തൂണ് പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. മൂന്നാമത്തവൻ പറഞ്ഞു, അവൻ ആനയുടെ വയറിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ആന നമ്മുടെ നാട്ടിലൊക്കെ ഈ കച്ചി കൊണ്ടുണ്ടാക്കുന്ന തുറു എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ, മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൊയ്ത്ത് കാലമാകുമ്പോൾ പാടശേഖരത്തു നിന്ന് കച്ചി, നെൽകൃഷി കൊയ്തെടുത്തതിൻ്റെ ബാക്കി അതിൻ്റെ കച്ചി കൊണ്ടുവന്നിട്ട് തുറു ഇടുന്ന ഒരു ഭാഗം, അങ്ങനെ തുറു പോലെയാണ് എന്ന് പറഞ്ഞു. വേറെ ഒരുവൻ ആനയുടെ ചെവിയിൽ പിടിച്ചിട്ട് അവൻ പറഞ്ഞത്, ആന ഒരു മുറം പോലെയാണ്. ഈ 4 അന്ധന്മാരും പിടിച്ചത് ആനയാണ്, മറ്റ് യാതൊരുവിധമായ സംശയമില്ല. പക്ഷേ അവരുടെ കാഴ്ചപ്പാട്, ദ പെർസ്പെക്റ്റീവ്സ്, അവരുടെ കാഴ്ചപ്പാട് ആന 4 നിലകളിലാണ്. ഒരാൾക്ക് ചൂല് പോലെയാണ്, ഒരാൾക്ക് തൂണ് പോലെയാണ്, ഒരാൾക്ക് മുറം പോലെയാണ്, ഒരാൾക്ക് തുറു പോലെയാണ്. ഇങ്ങനെ 4 ആശയങ്ങളാണ്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അവർ പറയും, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാരണം ഞങ്ങളുടെ കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വസ്തുതകളല്ലേ, അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ആന ഒരു ചൂല് പോലെയാണോ? അല്ല. ആന ഒരു തൂണ് പോലെയാണോ? അല്ല. ആന ഒരു തുറു പോലെയാണോ? അല്ല. ആന ഒരു മുറം പോലെയാണോ? ഇതൊന്നുമല്ല. അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പം നേരിട്ട് കണ്ടിട്ടുള്ള നമ്മളോടൊരാൾ ചോദിച്ചാൽ ആനയുടെ ആകൃതി, അതിൻ്റെ ആകാരം, അതിൻ്റെ വലിപ്പം ഒക്കെ നമുക്ക് പറയുവാൻ കഴിയും. ഇതുപോലെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പലരുടെയും ചിന്താഗതികൾ ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അളവിലാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ നിലകളിലുള്ള കാഴ്ചപ്പാടായതുകൊണ്ടാണ് പലരും ദൈവത്തെക്കുറിച്ച് പല നിലകളിൽ കാണും.
എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ കണ്ടിട്ടുള്ള, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ള, ദൈവം ആരാണ് എന്ന് ഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയും പറയില്ല ആന ചൂലുപോലെയാണ്, ആന തുറുപോലെയാണ്, ആന മുറം പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുക. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാടും ശരിയായൊരു വിവരണവും നമുക്ക് ലഭിക്കാത്തതിൻ്റെ അജ്ഞതയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പം നമ്മുടെ കോൺസെപ്റ്റ്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് എങ്ങനെയാകണം? അത് ശരിയായ നിലയിലായെങ്കിൽ മാത്രമേ ദൈവം ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും തെളിയിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ചില ആർഗ്യുമെൻറ്റ്സ്, ചില വാദങ്ങളിൽ ഒന്നാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ്, ഈ പ്രകൃതി തത്വമായിട്ടുള്ള ചിന്തകൾ. അതിൽ എബ്രായ ലേഖനത്തിൽ ധന്യനായ പൗലോസ് ലീഗ രേഖപ്പെടുത്തിയൊരു വാക്യം എങ്ങനെയുണ്ട്? ആ വാക്യം ഇങ്ങനെയാണ്: സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭവനം ചമപ്പാനും ഒരുവൻ വേണം എന്നുള്ളതാണ്. പ്രിയരെ, ദൈവമില്ല എന്നൊരു കൂട്ടർ ഇവിടെ വാദിക്കുമ്പോൾ പറയട്ടെ, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരമല്ലാതെ വേറെ ഒരു കരം ഇല്ലവേ ഇല്ല. ഇത് സ്വയംഭൂവായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ സൃഷ്ടിയുടെ ഒരു ശക്തമായ കരം ഉണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനം അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് എല്ലാവരും പൊതിയണം. സകലമാനവും മഹത്വെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.